ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യല് ഞണ്ടാണ്. നല്ല അടിപൊളി കടലിലെ ഞണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ഞണ്ടാണ് കേട്ടോ, പഴക്കമൊന്നുമില്ല. നല്ല ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഞണ്ടിനെ വാങ്ങിയ ആ ഒരു സ്മെല്ല് വന്നിട്ട് ഉറങ്ങിക്കിടന്ന പൂച്ചു എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അവൻ ദേ പറന്ന് വന്നിട്ടുണ്ട്. എന്നെ ഇടം വലം നടക്കാൻ സമ്മതിക്കാതെ അവൻ എന്നോടൊപ്പം ദാ ഇങ്ങനെ ചേർന്നിട്ടുണ്ട്. അവൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞണ്ടിനെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വയറിന് നല്ല സൂപ്പർ പണി കിട്ടും. അപ്പോൾ ഞണ്ടിനെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ടാപ്പ് വാട്ടറിൽ ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ വെറുതെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കുറേ അതിൽ നിന്നുള്ള ഒരു അഴുക്കൊക്കെ പോകുന്നുണ്ട്. പിന്നീടാണ് ഇതിൻ്റെ കാലും തോടും ഒക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പിന്നീട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിന് പിന്നെ ഫ്ലഷ് മാത്രമാക്കിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് വാഷ് ചെയ്യും. ഏകദേശം ഒരു 1/4-3 മണിക്കൂറത്തെ പ്രോസസ്സാണ് ഞണ്ടിൻ്റെ ക്ലീനിങ്. പക്ഷേ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഞണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ ഫ്ലഷ് മാത്രമാക്കിയിട്ട് നമുക്ക് അധിക നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ അരപ്പാണ് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അരപ്പ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞണ്ടിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അരപ്പിനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്തതാണ് യൂസ് ചെയ്യുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുകിട്ടു. കടുക് ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ കറിവേപ്പില, മാങ്ങ ഇട്ടാട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. മാങ്ങ, പച്ചമുളക്, തക്കാളി ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ വറുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചു. നല്ല തിള വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഞണ്ടിനെ ക്ലീൻ ചെയ്ത ഞണ്ടിനെ ഇങ്ങോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടച്ചു വെച്ചും തുറന്നു വെച്ചും ഒക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞണ്ടിനെ ഒരിക്കലും ഇങ്ങനെ നീണ്ട കറിയാക്കി ചാറ് കൂട്ടി വെക്കരുത്. ഇങ്ങനെ ഒരു റോസ്റ്റ് പരുവത്തി വേണം വെക്കാനായിട്ട്. വെള്ളം കൂടി ഒരു രുചി ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. പല രീതിയിൽ വെക്കാം. ഇവിടെ ഞാനിപ്പോൾ മാങ്ങ ഇട്ടിട്ടാണ്, പുളിമാങ്ങ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം അല്ലേ. ചോറിന് ഞണ്ടുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഞണ്ടുണ്ട്, കൂടെ വേറെ രണ്ടാമത് ഒരു കറിയും കൂടെ ഉണ്ട്. കുറച്ച് ക്യാബേജ് വെച്ചിട്ടൊരു തോരനും കൂടെ ഇത്തവണ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ എന്നത്തെ ഉള്ള പൊടി പിടിക്കാനുള്ള പപ്പടം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ